നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 61. അങ്ങനെ ചിന്തിച്ചിരുന്ന ജയുടെ അടുത്തേക്ക് കാപ്പിയുമായി അമ്മയെത്തി. മോനെ, അവളെവിടെ? ജയോടായി അമ്മ ചോദിച്ചു. ഒന്നും പറയണ്ടമ്മേ, എൻ്റെ വായെന്നറിയാതെ എന്തോ ഒന്ന് വന്നുപോയി. അതിലവൾ ദേഷ്യപ്പെട്ടു പോയി. നീ എന്താ പറഞ്ഞ? ഞാൻ ഓർക്കാത്തൊരു കാര്യം പറഞ്ഞു പോയമ്മേ. അവൾക്ക് മീനുവിനെ പോലെ അവളെ കാണാനൊന്നും അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നു പോയതാ. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവൾ ദേഷ്യപ്പെട്ട് പോയി മുകളിലേക്ക്. നീ അവളെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് അല്പം നിനക്ക് ബുദ്ധി കൂടുതലുണ്ടെന്ന് തോന്നിയായിരുന്നു. നീ പെട്ടെന്ന് തന്നെ പൊട്ടത്തരം കാണിച്ചല്ലേ. ശരിക്കും പൊട്ടത്തരായിപ്പോയി. അത് പറയേണ്ടിയിരുന്നില്ല. സാരമില്ല. എന്തായാലും അവളെ നീ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചതും അവളുടെ ഇഷ്ടങ്ങൾ നീ ചോദിച്ചതും അതനുസരിച്ച് നീ പ്രവർത്തിച്ചതും കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരാഗ്രഹം മുളപൊട്ടി. അതെന്താ അമ്മ ആഗ്രഹം? അല്ല, നമ്മൾ പറയില്ലേ, നമുക്ക് തീരെ പ്രതീക്ഷയില്ലാത്തൊരു കാര്യത്തിലേക്ക് പെട്ടെന്നൊരു പ്രതീക്ഷ കൈവന്ന പോലെ. അതുപോലൊരു കാര്യമാണ് എനിക്കുണ്ടായത്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അമ്മ പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാതെ ജയ് അമ്മയോടായി ചോദിച്ചു. അതല്ല മോനെ, മീനുവും മക്കളുമുള്ള ഒരു ജീവിതം, അവൾ മീനുവിനെ അംഗീകരിക്കുന്നൊരു ജീവിതം, ഇതൊക്കെ ഈ കുടുംബത്തിലെ ഒരു വലിയ സ്വപ്നമാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ് അതിന്. പക്ഷേ ഒന്നും നടന്നില്ല. അവൾക്കൊരിക്കലും മീനുവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അമ്മയെന്ന് വിളിക്കാനും പറ്റുന്നില്ല. അവൾ ഒരിക്കലും അതിന് തയ്യാറാവുന്നില്ല. ഒരുപാട് വർഷക്കാലം ഞങ്ങളുടെയൊക്കെ വേദനയായിരുന്നു അത്. ഒരുപാട് വഴിപാട് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാം ശരിയാവും, കാലതാമസം എന്നൊക്കെ ആശ്വാസവാക്കുകൾ പലരുടെയും നാവിൽ നിന്ന് കിട്ടിയതല്ലാതെ വിചാരിച്ച പോലെ ഒന്നും മീനുമായിട്ട് അവളെ അടുപ്പിക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് അവൾ അമ്മയെ ഇഷ്ടപ്പെടാതിരിക്കുന്നതെന്നുള്ള കാരണം കണ്ടുപിടിക്കാൻ ആരെക്കൊണ്ടും പറ്റുന്നില്ല. മീനുവിനോട് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മീനുവിന് അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അക്കാര്യത്തിൽ തോറ്റുപോയി. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് അവൾ മീനുവിനെ അമ്മയായി അംഗീകരിക്കുന്ന ആ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നൊരു ദിവസം കൂടിയാണത്. നിന്നെക്കൊണ്ട് അത് പറ്റുമെങ്കിൽ മോനൊന്ന് ചെയ്തു തരാവോ എനിക്ക് വേണ്ടി? പെട്ടെന്നുള്ള അമ്മയുടെ ആ ഒരു ചോദ്യം. ജയ് ഒന്നും മിണ്ടിയില്ല. മീനുവിനെ മകൾ വെറുക്കുന്നു, അതിൻ്റെ കാരണം അറിയണം എന്നൊരാഗ്രഹം ജയ്യുടെ ഉള്ളിലുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളെ ഒന്ന് പരിചയപ്പെടണമെന്ന് ജയ്ക്ക് തോന്നിയത്. പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും ജയ് ചിന്തിച്ചിരുന്നില്ല. മോനെ, നീ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്, അതെനിക്കറിയാം. നീ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്, അതും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. എൻ്റെ മകളെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവൾ അമ്മയൊന്ന് വിളിക്കുന്നതൊന്ന് കേട്ടിട്ട് കണ്ണടയ്ക്കണമെന്ന എൻ്റെ ആഗ്രഹം. എൻ്റെ മോന് പറ്റുമോ അമ്മുവിനെ മാറ്റാൻ വേണ്ടിയിട്ട്? അമ്മയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ജയ് മറുപടിയൊന്നും പറഞ്ഞില്ല. അതൊന്നും അത്ര ഈസിയായ കാര്യമല്ല എന്നമ്മയ്ക്കറിയാം. കാരണം കഴിഞ്ഞ വർഷങ്ങളൊക്കെയും ഞങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ നീ അവളെ ആ രീതിയിൽ പരിചയപ്പെട്ടപ്പോൾ എനിക്കെവിടെയോ ഒരു ചെറിയ പ്രതീക്ഷ വന്നു. നിങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പ്രതീക്ഷ വന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ആരോടും അടുക്കാത്ത
സംസാരിക്കാത്ത സ്വഭാവമാണ് അവളുടേത്. അവൾ പെട്ടെന്ന് തന്നെ സംസാരിച്ചു. അതൊക്കെ കൂടി എൻ്റെ മനസ്സിൽ തോന്നിയൊരു പൊട്ട ചോദ്യമാണ് ഇപ്പം ഞാൻ മോനോട് ചോദിച്ചത്. അമ്മ വീണ്ടും തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ജിയെ. അത് വിട്, നമ്മളിങ്ങനെ ഇതേ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ല മാം, അമ്മ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ റെഡിയാണ്, എനിക്ക് പ്രശ്നമില്ല. ജയ് വളരെ സാവധാനത്തിൽ പറഞ്ഞു. മോനെ, ഈ ജീവിതത്തിൽ എൻ്റെ മകളെ, അവളെ അമ്മയൊന്ന് വിളിച്ച് സ്നേഹിക്കുന്ന ഒരു നിമിഷം എൻ്റെ മുന്നിൽ കാണിച്ചു തരാൻ നിന്നെക്കൊണ്ട് സാധിച്ച, ഈ ജീവിതത്തിൽ എനിക്ക് വേണ്ടി നിനക്ക് ചെയ്തു തരാൻ വേറൊന്നും ഉണ്ടാവില്ല. നീ നിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും അത്. നിന്നെക്കൊണ്ട് പറ്റുമോ മോനെ? എത്രയോ വർഷത്തെ ഞങ്ങളുടെ കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടായിരിക്കും ചിലപ്പോൾ നിന്നെ ദൈവം ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത്. മീനുവിൻ്റെയും മകളുടെയും ജീവിതത്തിന് വേണ്ടി ഞങ്ങളാരും പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല മോനെ. നിന്നെക്കൊണ്ട് പറ്റുമോ അവരെ രണ്ടുപേരെയും ഒന്ന് അടുപ്പിക്കാൻ? ജയിൽ അമിതമായ പ്രതീക്ഷ വെച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. ആ സമയം അമ്മയ്ക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണെന്ന് അവൻ ആലോചിക്കുകയായിരുന്നു. എങ്കിലും അവൻ ഒരു കാര്യം മനസ്സിൽ പറഞ്ഞു. ഇത്രയും നാൾ തൻ്റെ ആഗ്രഹം മാത്രമായിരുന്നു എന്താണ് മീനുവിനോടുള്ള അവളുടെ പ്രശ്നമെന്നറിയണം. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അവർ രണ്ടുപേരെയും ഒരുമിപ്പിക്കണം. ഈ കുടുംബത്തിൽ നിന്ന് താൻ ഇറങ്ങുമ്പോൾ ഇവിടെയുള്ളവർക്ക് തന്നെക്കുറിച്ച് ഓർക്കാൻ നല്ലൊരു ഓർമ്മയായി അത് അവശേഷിക്കും. അങ്ങനെ ചെയ്യാൻ തനിക്ക് സാധിച്ചാൽ. അവൻ ആലോചനയിൽ തന്നെ. മോനെ, നീ എന്താ ആലോചിക്കുന്നത്? ഒരു മറുപടി പറയാതെ അമ്മ അവനെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ, എനിക്ക് കൂടുതലായിട്ട് മീനുവിനെക്കുറിച്ചാണെങ്കിലും നിങ്ങളെക്കുറിച്ചാണെങ്കിലും അമ്മൂനെക്കുറിച്ചാണെങ്കിലും ഒന്നും അറിയത്തില്ല. എങ്കിലും നമുക്കൊന്ന് നോക്കാം അമ്മ. ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പറ്റുവാണെങ്കിൽ നമുക്ക് നോക്കാം. ശരി മോനെ. അതെ മോനെ, മോനൊന്ന് നോക്ക്. ചിലപ്പോൾ മോനെക്കൊണ്ട് പറ്റും. കാരണം അത്രയും വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് മോന്. അതുകൊണ്ട് ചിലപ്പോൾ ഒന്നിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കാര്യം മോനെക്കൊണ്ട് ചെയ്യാൻ സാധിച്ച മരണം വരെ ഈ കുടുംബത്തിലുള്ളവർ മോനോട് കടപ്പെട്ടിരിക്കും. ആ നന്ദിയും കടപ്പാടും ഞങ്ങൾക്കൊരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അമ്മ വളരെ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത്. എനിക്കാരുടെയും നന്ദിയും കടപ്പാടൊന്നും ആവശ്യമില്ല മാം. എനിക്കും തിരിച്ചു തരാൻ ഒരുപാട് ബാധ്യതകളുണ്ട്. ഇന്നലെ കയറി വന്ന എനിക്ക് നിങ്ങൾ തരുന്ന ഈ സ്നേഹവും സ്വാതന്ത്ര്യവും അതിനൊന്നും എൻ്റെ കയ്യിൽ പകരം വയ്ക്കാനൊന്നുമില്ല. ഒരുപക്ഷെ എനിക്കിത് ചെയ്യാൻ സാധിച്ചാൽ അതോടെ ആ ഒരു കടങ്ങൾ ഞാൻ വീട്ടുമല്ലോ. ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം, മീനുവും അമ്മുവുമൊത്തുള്ള ഒരു ജീവിതം അതുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. മോൻ്റെ വിവാഹക്കാര്യം അതിന് കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം. പതിയെ പതിയെ അവളെല്ലാം അംഗീകരിച്ച് തുടങ്ങും. അയ്യോ, അതിനൊന്നും ആവശ്യമില്ല. അതിനെക്കുറിച്ചൊന്നും അമ്മ ഇപ്പോൾ ചിന്തിക്കേണ്ട. നമുക്കാദ്യം അവരുടെ കാര്യം നോക്കാം, അമ്മുവിൻ്റെയും മീനുവിൻ്റെയും. എനിക്ക് അമ്മുവിനെക്കുറിച്ചും മീനുവിനെക്കുറിച്ചും കൂടുതലായിട്ട് അറിയണം എന്നാഗ്രഹമുണ്ട്. അമ്മുവിന് ആയാലും മീനുവിനോടായാലും എനിക്ക് അവരുടെ പാസ്റ്റ് ചോദിക്കാൻ പറ്റില്ലല്ലോ അമ്മേ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കറിയാവുന്ന കാര്യങ്ങൾ അമ്മ എന്നോട് പറയാവോ? എങ്ങനെയാണ് മീനു ഡിവോഴ്സ് ആയത്? അമ്മയ്ക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അത് വെച്ച് വല്ല ഐഡിയയും കിട്ടിയാലോ. അമ്മുവിൻ്റെ ആയാലും മീനുവിനെ ആയാലും കൂടുതലായിട്ടൊന്നും അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം ഞങ്ങൾക്കാർക്കും ഇവിടെ അറിയില്ല മോനെ. അതെന്താ അമ്മ അങ്ങനെ? കാരണം അവൾ ഇവിടെ ആയിരുന്നില്ലല്ലോ, ഭർത്താവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. ഞങ്ങൾ കാണുന്ന സമയത്തുള്ളത്
അവളെ സന്തോഷമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഭർത്താവും അവളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. കാണുന്ന സമയത്തൊക്കെ അവരുടെ ജീവിതം വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല മോനെ. യാതൊരു പ്രശ്നവും അവർക്കിടയിൽ നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല മോനെ, യാതൊരു പ്രശ്നവും അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അവൾ പറഞ്ഞിട്ട് പോലുമില്ല. അവളെപ്പോഴും ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അത്രയും ഹാപ്പി ആയിരുന്നു അവൾ. പിന്നെ അവളുടെ ഭർത്താവ് അവളുടെ ഭർത്താവ് പറയമ്മേ, എന്താ കാര്യം? അങ്ങനെയല്ല മോനെ, ഇടയ്ക്കെങ്കിലും അവനിങ്ങനെ തമാശ പോലെയൊക്കെ പറയായിരുന്നു, മീനു അങ്ങനെ ചെയ്യുന്നില്ല, മീനു ഇങ്ങനെയാണ്, അവൾക്ക് വാശി കൂടുതലാണ്. അങ്ങനെ ഇങ്ങനെ നമ്മൾ ഭാര്യമാരെക്കുറിച്ച് ഭർത്താക്കന്മാർ പറയുന്ന കുറച്ച് പരാതികളില്ലേ, അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും വലിയൊരു കാര്യമായിട്ട് അവൻ എടുക്കുന്നതായിട്ടും അവൻ പറഞ്ഞില്ല. അവനത് തമാശ പോലെ പറയുന്നതായിരുന്നു. അല്ലാതെ അതിൽ കൂടുതലായിട്ട് അവളെ അധികമായിട്ടൊന്നും അവൻ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മീനുവിനെ നമുക്കും അറിയാമല്ലോ, ചെറിയ ചെറിയ വാശിയൊക്കെ അവൾക്കുണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം. അത് പിന്നെ ആർക്കായി ലോകത്തില്ലാത്തത്? ആ ഒരു രീതിയിൽ ഞങ്ങളതിനെടുത്തിട്ടുള്ളൂ. ആണോ? അല്ലാതെ വേറെ ഒരു പ്രശ്നവും അവർ തമ്മിലുണ്ടായിട്ട് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞാൻ എന്താ മോനോട് അതിനെക്കുറിച്ച് പറയണ്ടേ? അവൾ അത്രയും സന്തോഷത്തോടെയാണ് അവൻ്റെ കൂടെ ജീവിച്ചത് തന്നെ. അത്രയും സന്തോഷത്തോടെ ജീവിച്ചിട്ട് ആരെങ്കിലും പിരിയുമോ? ജയ് വീണ്ടും ചോദിച്ചു. അതാ മോനെ ഞാൻ പറഞ്ഞത്. പിരിയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ ഒരേ ഒരു ഉത്തരം ഇത് മാത്രമാണ്: ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നി ഞങ്ങൾ പിരിയുന്നു എന്ന് മാത്രമാണ്. അതിൽ കൂടുതലൊന്നും അവൾ പറഞ്ഞിട്ടില്ല മോനെ. അപ്പോൾ നിങ്ങൾ ഭർത്താവിൻ്റെ സൈഡ് കേട്ടില്ലേ? ജയ് അമ്മയോടായി ചോദിച്ചു. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവനും അറിയില്ല എന്നാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് പല കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കാറുണ്ട്, പല കാര്യത്തിനും അവനോട് പിണങ്ങാറുണ്ട്, പല കാര്യത്തിലും അവൾ ദേഷ്യപ്പെടാറുണ്ട്, വാശി പിടിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതെന്നാണെന്ന് അവൻ കരുതിയെന്നാണ് അവൻ പറഞ്ഞത്. അതുമാത്രമല്ല, ഇവൾ ഡിവോഴ്സിന് കൊടുത്തപ്പോൾ അവൻ വന്ന് കാല് പിടിച്ചവളെ വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും സംസാരിച്ചു, ഡിവോഴ്സ് ആവരുതെന്ന് പറഞ്ഞിട്ട്. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് അവൻ കരഞ്ഞു. പക്ഷേ ഇവൾ പിടിച്ച വാശിയിൽ നിന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മീനുവിൻ്റെ തീരുമാനമായിരുന്നു ഡിവോഴ്സ് അല്ലേ? അതേ മോനെ, അവളുടെ തീരുമാനമായിരുന്നു ഡിവോഴ്സ് വേണമെന്നുള്ളത്. അവനുമായിട്ട് ഇനി ഒത്തുപോകാൻ പറ്റില്ല എന്നായിരുന്നു അവളെന്ന് പറഞ്ഞത്. അതിൽ കൂടുതലായിട്ടൊന്നും അവൾ പറഞ്ഞില്ല. ഒരു പാവം പയ്യനായിരുന്നു, മോനെപ്പോലെ തന്നെയായിരുന്നു. അവളെന്ന് വെച്ചാൽ ജീവനായിരുന്നു. അല്ലാതെ സ്നേഹിക്കുമായിരുന്നു അവളെ. ചിലപ്പോൾ ചില വേദനകളൊക്കെ നമ്മളോട് പറയുന്നല്ലാതെ വേറൊന്നും അവൻ പറഞ്ഞിട്ട് പോലുമില്ല. ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടി. ബാക്കി പിന്നെ മീനു തന്നെ പറയണം അല്ലേ അമ്മേ? നീ ചോദിച്ചു നോക്ക്, ചിലപ്പോൾ കിട്ടിയാലോ. എന്തായാലും എൻ്റെ മകൾ അവളുടെ മകളുമായിട്ടുള്ള ജീവിക്കുന്ന ഒരു ജീവിതം അത് കണ്ട് കണ്ണടയ്ക്കണം എന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അമ്മ വേദനയോടെയാണിത് പറയുന്നതെന്ന് ജയ്ക്ക് തോന്നി. എന്നാൽ ശരി അമ്മ, ഞാൻ ഇറങ്ങട്ടെ. ശരി മോനെ. ഇതും പറഞ്ഞ് ജയ് വീട്ടിൽ നിന്നിറങ്ങി. ഇറങ്ങാൻ നേരം ജയ് മനസ്സിലുറപ്പിച്ചു, എന്താണ് മീനുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത് തനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അതുമാത്രമല്ല, മീനുവും അമ്മയും തമ്മിലുള്ള ബന്ധം അത് താൻ ശരിയാക്കിയെടുക്കും. അമ്മു മീനുവിനെ അമ്മയെന്ന് വിളിക്കും. അതിപ്പോൾ തൻ്റെ ആവശ്യമായിരിക്കുകയാണ്, തൻ്റെ ഉത്തരവാദിത്തമായി തൻ്റെ തലയിൽ വീണിരിക്കുകയാണ്. അത് നേടിയെടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും.
ഇതും പറഞ്ഞ് ജയ് പുറത്തേക്കിറങ്ങി. അപ്പോൾ തന്നെ ജയ്യെ തേടി ഒരു ഫോൺ കോൾ. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ജയ് ഒന്ന് നെട്ടി. അത് മീനുവായിരുന്നു. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.